Good morning to all of you. Today we are going to discuss about next non-parametric test, that is signed rank test or Wilcoxon matched pairs test. In the case of two related samples, when we can determine both direction and the magnitude of difference between matched values, to find the significance of difference, we can use the non-parametric test known as signed rank test. ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ഉപയോഗിക്കുക. പലപ്പോഴും ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഡിപ്പെൻഡൻ്റ് സാമ്പിൾസ്, പെയർഡ് സാമ്പിൾസിൻ്റെ കേസസിൽ നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ടി ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ പറയപ്പെടുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയ വിൽകോക്സൺ മാച്ച്ഡ് പെയേഴ്സ് ടെസ്റ്റ് ഉപയോഗിക്കുക. This test can be applied when one or more of the assumptions of the t-test for dependent samples are violated. This test has less stringent assumptions than that the t-test has. എങ്ങനെയാണ് വിൽകോക്സൺ മാച്ച്ഡ് പെയേഴ്സ് ടെസ്റ്റ് നടത്തുക? അവിടെ ക്വസ്റ്റ്യനിൽ രണ്ട് സാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സാമ്പിൾ ഗ്രൂപ്പുകൾ തന്നിരിക്കും. അത് ആദ്യം എടുത്തെഴുതുക. അതിനുശേഷം അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. രണ്ട് സാമ്പിളിൻ്റെയും ഒബ്സർവേഷൻസ് ഏതെങ്കിലും ഒരേപോലെ വരുന്നുവെങ്കിൽ ആ ഡിഫറൻസ് 0 ആയിരിക്കും. ഡിഫറൻസിനെ നമ്മൾ ഡി എന്ന് സൂചിപ്പിക്കുന്നു. ആ ഡിഫറൻസിനെ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ഡിഫറൻസ് മുതൽ ലാർജസ്റ്റ് ഡിഫറൻസ് വരെ എന്ന നിലയ്ക്ക് നമ്മൾ റാങ്ക് ചെയ്യുക. അതിനുശേഷം ആ റാങ്ക് വിത്ത് സൈൻസ് എന്നുള്ള രീതിയിൽ പ്ലസ് റാങ്കുകൾ എത്രയുണ്ട്, മൈനസ് റാങ്കുകൾ എത്രയുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ എഴുതുക. അതിനുശേഷം അതിൽ വാല്യൂ കുറഞ്ഞത് നമ്മൾ എടുക്കുക. അതിനുശേഷം വിൽകോക്സൺ ടേബിൾ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യുക. അതേ തുടർന്ന് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മിഷൻ എ, മിഷൻ ബി അതിൻ്റെ പെർഫോമൻസിൻ്റെ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. 16 പെയേഴ്സാണ് തന്നിരിക്കുക. വിൽകോക്സൺ മാച്ച്ഡ് പെയേഴ്സ് ടെസ്റ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇല്ലത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ മെഷീൻ എ, മെഷീൻ ബി എന്നുള്ളത് രണ്ട് കോളംസ് ആയിട്ട് എഴുതുക. അതിനുശേഷം മെഷീൻ എ എന്ന് പറയുന്നതിൻ്റെയും മെഷീൻ ബി എന്ന് പറയുന്നതിൻ്റെയും ഓരോ ഒബ്സർവേഷൻസിൻ്റെയും ഡിഫറൻസ് എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻസ് മെഷീൻ എ 73, മെഷീൻ ബി 51. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഡിഫറൻസ് 22 ആണ് വരിക. ഇനി അതിൻ്റെ അവസാനത്തെ ഒബ്സർവേഷൻസ് നോക്കിയാൽ എ 75, ബി 68. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 7 ആണ്. അപ്പോൾ ആ രീതിയിൽ ഓരോ പെയർഡ് ഒബ്സർവേഷൻസിൻ്റെയും ഡിഫറൻസ് എടുക്കുക. അതാണ് ഡി എന്ന് പറയുക. അടുത്ത കോളത്തിൽ അതിനെ റാങ്ക് ചെയ്യുക. അതിനെ റാങ്ക് ചെയ്യുന്നത് ഇപ്രകാരമാണ്: സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ നമ്മൾ
സൈൻ പരിഗണിക്കുന്നില്ല റാങ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ 1 എന്ന് വന്നിരിക്കുന്ന ഡിഫറൻസ് നമ്മൾ നോക്കുക. അവിടെ ഒരു -1 ഉണ്ട്. ആ മൈനസ് നമ്മൾ പരിഗണിക്കുന്നില്ല ഇവിടെ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ 1-ന് ഒരൊന്ന് മാത്രമേ അവിടെ കാണുന്നുള്ളൂ ഡി എന്ന് പറയുന്ന കോളത്തിൽ. അപ്പോൾ അടുത്തത് അതിനെ റാങ്ക് ചെയ്യാനായിട്ട് ആ 1-ന് നേരെ 1 റാങ്ക് കൊടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ റാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 എന്നുള്ളത് ഡിഫറൻസിൻ്റെ കോളത്തിൽ എത്രയെണ്ണം ഉണ്ടെന്ന് നോക്കുക. 2 വരുന്നുണ്ട്. ഡിയുടെ കോളത്തിൽ സെക്കൻഡ് 1ഉം ഒരു 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ -2 വരുന്നുണ്ട്. അപ്പോൾ 2 തവണ 2 വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഐറ്റവും മൂന്നാമത്തെ ഐറ്റവും എന്നുള്ള രീതിയിൽ 2 + 3 5 വരും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2.5 എന്ന റാങ്ക് ആ ഓരോ 2ൻ്റെയും നേരെ കൊടുക്കുക. 2.5. അപ്പോൾ 1 കഴിഞ്ഞ് പിന്നീട് വരുന്ന റാങ്ക് 2 2.5കളാണ്. അപ്പോൾ രണ്ടാമത്തെ റാങ്കും മൂന്നാമത്തെ റാങ്കും നമ്മൾ അസൈൻ ചെയ്തു ഈ രീതിയിൽ. ഇനി അടുത്തത് 4ാമത്തെ റാങ്ക് നോക്കുക. അപ്പോൾ 4ാമത്തെ റാങ്ക് നോക്കുമ്പോൾ അവിടെ 4 വീണ്ടും വരുന്നുണ്ട്, 2 തവണ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4ാമത്തെ ഐറ്റവും 5ാമത്തെ ഐറ്റവുമായിട്ട് അത് എടുക്കുക. അപ്പോൾ 4 + 5 9 / 2 4.5. അപ്പോൾ 4ഉം 5ഉം റാങ്കുകൾ 4 റിപ്പീറ്റ് ചെയ്ത് വരുന്നിടത്ത് 4.5 4.5 റാങ്ക് കൊടുക്കുക. അപ്പോൾ 4ഉം 5ഉം റാങ്കുകൾ നമ്മൾ ആ രീതിയിൽ അസൈൻ ചെയ്തു. ഇനി അടുത്തത് 6ാമത്തെ റാങ്കാണ്. അപ്പോൾ ഇനി അടുത്തത് 5 വരുന്നുണ്ട്. അത് 6ാമത്തെ റാങ്ക് കൊടുക്കുക. ഇനി അടുത്ത ഫിഗർ വരുന്നത് 7ാമത്തെ റാങ്ക് കൊടുക്കുക. ഇനി അവിടെ അടുത്ത ഐറ്റം വരുന്നത് സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത് 7 ആണ്. അപ്പോൾ അതിന് 7ാമത്തെ റാങ്ക് കൊടുക്കുക. ഇനി അടുത്ത ഐറ്റം വരുന്നത് 8 വരുന്നുണ്ട്. അതിന് 8ാമത്തെ റാങ്ക് കൊടുക്കുക. അടുത്ത ഐറ്റം വരുന്നത് 10 വരുന്നത്. അതിന് 9ാമത്തെ റാങ്ക് കൊടുക്കുക. ആ രീതിയിൽ റാങ്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസിനെ നമ്മളൊന്ന് റാങ്ക് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ റാങ്ക് ചെയ്തതിന് ശേഷം അടുത്ത കോളത്തിൽ റാങ്ക് വിത്ത് സൈൻ എന്നുള്ള രീതിയിൽ അത് അസൈൻ ചെയ്യുക. അപ്പോൾ അതിനിത്രയേ ഉള്ളൂ. ആ ഡിഫറൻസിൻ്റെ അവിടെ സൈൻ ഉണ്ടെങ്കിൽ ആ കൺസേൺഡ് റാങ്കിൻ്റെ കൂടെ ആ സൈനും കൂടെ അസൈൻ ചെയ്യുക. അതാണ് റാങ്ക് വിത്ത് സൈൻസിൽ ചെയ്തിരിക്കുക. ഡിഫറൻസ് 0 വരുന്നിടത്ത് റാങ്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് വിത്ത് സൈൻസും ഉണ്ടാവില്ല. അങ്ങനെ റാങ്ക് വിത്ത് സൈൻസിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ പ്ലസ് സൈൻ ഉള്ള റാങ്ക് 101.5ഉം മൈനസ് സൈൻ ഉള്ളത് 18.5ഉമാണ്. അതിൽ സ്മോളസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കുക. അതാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി എന്ന് പറയുക. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ 18.5 ആണ്. ഇനി ടേബിൾ വാല്യൂ കാണണം. ടേബിൾ വാല്യൂ വിൽക്കോക്സൺ പെയർ ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ ആണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ 16 നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ നമ്മളുടെ ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ 16 ഐറ്റമാണ് നമുക്കുള്ളത്. 16 ഐറ്റത്തിൽ നിന്നും 1 കുറയ്ക്കണം അവിടെ. കാരണം ഒരു ഒബ്സർവേഷന് ഡിഫറൻസ് ഇല്ല, 0 അതുകൊണ്ട് 1 കുറയ്ക്കുക. അപ്പോൾ 15 ആണ്. അപ്പോൾ 15 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ അതിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% U16 ആ ടേബിൾ നോക്കുമ്പോൾ
എൻ എന്ന് പറയുന്ന കോളത്തിൽ 15, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5 അതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ വരുമ്പോൾ 25 ആണ് കിട്ടുക. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 15, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടേബിൾ വാല്യൂ എന്ന് പറയുക 25 ആണ്. ഇവിടെ നമ്മളുടെ അസംഷൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് കാൽക്കുലേറ്റഡ് വാല്യൂ സാധാരണ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് നേരെ റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ പരിഗണിക്കുക. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷനാണ് ഇവിടെ മാത്രം വരിക. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുക 18.5 ആണ്, ടേബിൾ വാല്യൂ 25 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണ് ടേബിൾ വാല്യൂവിനേക്കാൾ, പക്ഷേ നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്യുന്നു. നമ്മളുടെ നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് there is no difference between performance of two machines എന്നുള്ളതാണ്. അത് റിജക്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? there is difference between the performance of the two machines എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ മാത്രമേ നമ്മളുടെ ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്രൈറ്റീരിയയിൽ വ്യത്യാസം വരുന്നുള്ളൂ. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ആണെങ്കിൽ, നമ്മളുടെ ടേബിൾ വാല്യൂവിനേക്കാൾ ലെസ് ആണെങ്കിൽ നമ്മളുടെ നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഇനി അതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മളുടെ പെയർഡ് ഒബ്സർവേഷൻസ് 25 ഒബ്സർവേഷൻസിന് മേളിലാണെങ്കിൽ നമ്മളുടെ ഡിസിഷൻ പഴയതുപോലെ തന്നെ ആണ്. അത് തുടർന്നുള്ള പ്രോബ്ലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റിൽ മാത്രം കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം ഒന്ന് ഓർത്തേക്കുക. അടുത്തതായി വിൽകോക്സൺ മാച്ച്ഡ് പെയേഴ്സ് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പെയർഡ് ഒബ്സർവേഷൻസ് 25 മേളിലാണെങ്കിൽ, n 25-ൽ കൂടുതലാണെങ്കിൽ അതിന് മറ്റൊരു ഇക്വേഷനാണ് ഇസഡ് ടെസ്റ്റാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്നു എന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇസഡ് ഈക്വൽ ടു t മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്നാണ്. മ്യൂ എന്ന് പറയുന്നത് n×n+1 ആണ്. മ്യൂ എന്ന് പറയുന്നത് n×n+1 ഡിവൈഡഡ് ബൈ 4 ആണ്. ദെൻ സിഗ്മ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് n×n+1 2n+1 ഡിവൈഡഡ് ബൈ 24 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഉദ്ദേശിക്കുക. ഇവിടെ പഴയതുപോലെ തന്നെ നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മളുടെ നൾ ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലാത്ത കേസിൽ അത് റിജക്റ്റ് ചെയ്യുന്നു. തുടർന്ന് അതിൻ്റെ പ്രോബ്ലമാണ് നൽകിയിരിക്കുക. അവിടെയും നമ്മൾ ഡയറ്റ് എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുക. സൈൻഡ് റാങ്ക് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. 26 ബേബീസിൻ്റെ ആണ് തന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിഫറൻസ് എടുക്കുക, അതിനെ റാങ്ക് ചെയ്യുക. ദെൻ റാങ്ക് ഓഫ് ഡി വിത്ത് സൈൻ. അവിടെ ചെയ്തിരിക്കുന്നതിൽ റാങ്കിൻ്റെ ഒരു കോളം അവർ ഒഴിവാക്കിയിട്ടുണ്ട്, അതോടെ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് നമ്പർ 4 ആണ്. ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻസും അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുമല്ലോ.